ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. പ്രഭുദേവയുടെ പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങി. പിന്നെ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ ഒരു പടം മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉർവശിയും പാർവതിയൊക്കെയാണ് പടത്തിൽ മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ അരമനൈ 4 എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അത് OTT റിലീസായിട്ടുണ്ട്. അപ്പോൾ മിഞ്ഞാന്നായിട്ട് ഞാൻ ആ ഫിലിം കണ്ടായിരുന്നു. അരമനൈ 3നെ വെച്ച് നോക്കുമ്പോൾ നല്ല പടമായിട്ടാണ് തോന്നിയത്. പക്ഷേ വലിയ കാര്യമായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടില്ല എന്നും പറയാം. എൻ്റെ റേറ്റിംഗ് ഒരു 10ൽ 6 എന്നുള്ള ലെവലിൽ ഞാൻ കൊടുക്കുകയുള്ളൂ. പിന്നെ 7 കടലിൽ 7 മലയെന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ ഇന്ത്യൻ 2 സീറോ ടോളറൻസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോവുകയാണ് 25-ാം തീയതി, എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച അല്ലെങ്കിൽ മറ്റന്നാൾ. ഈ ട്രെയിലറിൻ്റെ സെൻസറിങ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞാണ്. അതിൻ്റെ ഡ്യൂറേഷനായി കേൾക്കുന്നത് 2 മിനിറ്റ് 36 സെക്കൻഡാണ്. അപ്പോൾ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ സുരേഷ് ഗോപിയുടെ വരാഹം എന്ന് പറഞ്ഞ ഒരു പടം വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നു. ഒരു ഡാർക്ക് പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പോസ്റ്റർ, എന്നാലും കുഴപ്പമില്ല, രസമായിട്ടുണ്ട്. പിന്നെ കൽക്കി 2898 AD എന്ന് പറഞ്ഞ പടത്തിൻ്റെ 6 days to go എന്ന് പറഞ്ഞിട്ടുള്ള 3 പോസ്റ്റേഴ്സ് വന്നിരുന്നു. അതിൽ ഓരോ പ്ലേസുകൾ നമുക്ക് പറഞ്ഞിരുന്ന രീതിയിലാണ് ഇറക്കിയിട്ടുള്ളത്. ഫസ്റ്റത്തെ ശാമ്പാള എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമായിരുന്നു. വെയിറ്റിംഗ് ഫോർ ഹോം എന്നാണ് അതിൽ ക്യാപ്ഷനായി കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ആണെച്ചാൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമായിരുന്നു. കോൺക്വേർഡ് ദ വേൾഡ് എന്നാണ് അതിൽ ക്യാപ്ഷനായി കൊടുത്തിട്ടുള്ളത്. പിന്നെ കാശി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അതിൽ ദ ലാസ്റ്റ് സിറ്റി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് പിന്നെ ഓൾറെഡി ട്രെയിലറിലൊക്കെ പറഞ്ഞാണ്. പിന്നെ 5 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിരുന്നു. അതിൽ പശുപതിയുടെ പേര് വീരൻ എന്നുള്ളതാണെന്ന് അറിയിച്ചു. പിന്നെ ഈ പോസ്റ്ററിൽ ക്യാപ്ഷനായി കൊടുത്തിട്ടുള്ള ഫോർ എ ബെറ്റർ ടുമാറോ എന്നാണ്. പിന്നെ ഒരു കുട്ടി ആയിട്ടുള്ളൊരു കഥാപാത്രം ഉണ്ട് പടത്തിൽ. ആളുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല. ആ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു 5 days to go എന്ന് പറഞ്ഞ രീതിയിൽ. അതിൽ ആളുടെ പേരായിട്ട് കൊടുത്തിട്ടുള്ള റായ എന്നുള്ള രീതിയിലാണ്. ഈ പോസ്റ്ററിൽ ഇൻ സെർച്ച് ഓഫ് എന്നാണ് ക്യാപ്ഷനായി കൊടുത്തിട്ടുള്ളത്. പിന്നെ ശാശ്വത ചാറ്റർജി എന്ന് പറഞ്ഞ ആളുടെ പോസ്റ്റർ ഇറക്കിയിരുന്നു 5 days to go പോസ്റ്ററിൽ. അതിൽ എനിത്തിങ് ഫോർ ഹിസ് സുപ്രീം എന്നാണ് ക്യാപ്ഷനായി കൊടുത്തിട്ടുള്ളത്. ആളുടെ പേര് മനാസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പടത്തിൻ്റെ USA പ്രീമിയർ നടക്കുന്നുണ്ട് 26-ാം തീയതി. അപ്പോൾ അതിൻ്റെ പ്രീ സെയിൽസ് മാത്രം 2.5 million പ്ലസ് കളക്ഷൻസ് ആയിട്ടുണ്ട്. 77,777 കൂടുതൽ ടിക്കറ്റ്സും സോൾഡ് ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ പടത്തിൻ്റെ ഫൈനൽ വാർ അല്ലെങ്കിൽ ഫൈനൽ ട്രെയിലർ എന്നുള്ള രീതിയിൽ വരുമെന്ന് പറഞ്ഞിരുന്നു മിഞ്ഞാന്ന് 21-ാം തീയതി 6 മണിക്ക്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മുന്നത്തെ മാതിരി അവർ നേരം വൈകിട്ടാണ് പുറത്തിട്ട്. അത് 6 മണിക്ക് ഇറങ്ങിയില്ല. അപ്പോൾ 8 മണി ഷാർപ്പ് എന്ന് പറഞ്ഞിട്ടു. 8 മണിക്കും വന്നില്ല. 8:45 തെലുങ്ക് ട്രെയിലർ തന്നെ പുറത്തിറക്കിയത്. ബാക്കിയുള്ള ഭാഷകളിലൊക്കെ പിന്നെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പുറത്തിറക്കിയത്. എന്തായാലും സെക്കൻഡ് ട്രെയിലർ റിലീസ് ട്രെയിലർ എന്നുള്ള പേരിലാണ് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു നല്ല ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ ഫസ്റ്റ് ട്രെയിലറിൻ്റെ അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല എനിക്ക്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യും. പിന്നെ പടത്തിൻ്റെ തിയേറ്ററിക്കൽ റൈറ്റ്സൊക്കെ വിറ്റ് പോയിട്ട് 394 കോടിയോളം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. അതിൽ തമിഴ്നാട്ടിലും കേരളത്തിലും മാത്രമായിട്ട് 22 കോടിയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇന്നലെ വിജയുടെ ബർത്ത്ഡേ ആയിരുന്നു, ജൂൺ 22-ാം തീയതി. മിക്ക ആൾക്കാർക്ക് അറിയുന്നത് തന്നെയാണ്. ആളുടെ 50ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. കുറേ സ്പെഷ്യൽ വീഡിയോസും അതേമാതിരി കുറേ ആൾക്കാരെ കൂടെ വന്നിട്ടുള്ള ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്റേഴ്സും അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ പുറത്ത് വന്നിരുന്നു. അപ്പോൾ നമ്മൾ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് 2 അപ്ഡേറ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. 2 അല്ല 3 വരുമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് തലപതി 69 ആയിരുന്നു. തലപതി 69 അപ്ഡേറ്റ് എന്തായാലും കിട്ടിയിട്ടില്ല. അത് മിക്കവാറും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഓൾ ടൈം എന്ന് പറഞ്ഞ പടം റിലീസായതിനു ശേഷമായിരിക്കും ചിലപ്പോൾ ഇറക്കുണ്ടാവുക. ബാക്കി പറഞ്ഞ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദ ഓൾ ടൈമിൻ്റെ ടീസർ അല്ലെങ്കിൽ ഗ്ലിംസ് അതും പാട്ടും അത് രണ്ടും കൺഫേം ആയി. എന്നുവെച്ചാൽ ഇവർ ജൂൺ 21-ാം തീയതി രാത്രി തന്നെ ഒരു പോസ്റ്റ് ഇട്ടു, ദ വോട്ട് ബർത്ത്ഡേ ഷോർട്സ് എന്ന് പറഞ്ഞിട്ട്. ബർത്ത്ഡേ ഷോർട്സ് എന്ന് പറയുന്നത് ഈ ഗ്ലിംസാണ്. അത് 12-ന് കിടന്നുറങ്ങാമത്താണ് പുറത്ത് വിട്ടത് 22-ാം തീയതി. എന്തായാലും ഷോർട്സ് നല്ല രസമായിട്ട് തന്നെ തോന്നി. അതിൽ ഫസ്റ്റിലൊരു ബൈക്ക് ചേസിങ് ആണ് കാണിക്കുന്നത്. ബൈക്കും കാറൊക്കെ കൂടിയിട്ടുള്ളൊരു ചേസിങ്. പിന്നെ അത് കൂടാതെ ലാസ്റ്റിലൊരു 3-4 അല്ലെങ്കിൽ 4-5 ഷോട്ട്സ് എക്സ്ട്രാ കാണിക്കേണ്ടത്. അത് പെട്ടെന്ന് കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ്. എന്തായാലും കാണാത്തവരെ കണ്ടുപോക്കുക ബർത്ത്ഡേ ഷോട്ട്സ്. അതിൽ മെയിനായിട്ടുള്ള ഫ്രെയിം ഇതാണ്. ഈ 2 തലവതി വിജയും ബൈക്കുമ്പോൾ അങ്ങനെ സ്കിഡ് ചെയ്യണം അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭാഗത്തുനിന്ന് സ്ലോ മോഷനിലാക്കിയിട്ടുള്ള സംഭവം. ഇതെന്തായാലും ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഈ വീഡിയോയിൽ മ്യൂസിക് മാറ്റി വെച്ചിട്ട് ഒക്കെ കുറേ വീഡിയോ വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ ഈ മുഖം മാറ്റിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രഭാസിൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്ക്രീനിലാണ് കിട്ടും. ബാക്കിയുള്ളവർക്ക് ജസ്റ്റ് നെറ്റ് അടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. പിന്നെ പടത്തിലത്തെ പാട്ട് സെക്കൻഡ് സിംഗിൾ ചിന്ന ചിന്ന കങ്കൾ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ്. അത് 6 മണിക്ക് വരുന്ന മുന്നേ അവർ പുറത്തിറക്കിയായിരുന്നു പോസ്റ്റർ. അതിൽ തലവതി വിജയും അതേമാതിരി ആളുടെ ഭാര്യയും കുട്ടിയും കൂടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ പ്രൊമോ പുറത്തിറങ്ങിയിരുന്നു. നല്ല രസമുള്ളൊരു പാട്ടായിട്ട് തന്നെയാണ് തോന്നിയിരുന്നു പ്രൊമോ കണ്ടപ്പോൾ തന്നെ. എന്തായാലും 6 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു പോസ്റ്റർ വന്നു. അതിൽ വരെ ഫേസൊക്കെ റിവീൽ ചെയ്ത രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ തലവതി വിജയും സ്നേഹയും പിന്നെ ഒരു കുട്ടിയും കൂടിയിട്ടാണ് നടന്നു പോകുന്നത് കാണിച്ചിട്ടുള്ളത്. എന്തായാലും പാട്ട് പുറത്തിറങ്ങി 6 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് 5:30ക്കാണ് പുറത്തിറക്കിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് പാട്ട് ലീക്കായി. പാട്ടാണോ ഫോട്ടോ ആണോ എന്തായാലും ലീക്കായി. നല്ല പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. തലപതി വിജയ് പാടിയിട്ടുള്ള ഈ പടത്തിലത്തെ 2ാമത്തെ പാട്ടാണത്. പിന്നെ ഇളയരാജയുടെ മകള് അല്ലെങ്കിൽ യുവൻ ശങ്കർ രാജയുടെ ചേച്ചി രാജ ഭവതിരിണി എന്ന് പറഞ്ഞ ആളുടെ വോയിസും
ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ AI വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആളും മരണപ്പെട്ടാണ് ഈ വർഷം. എന്തായാലും 1 മില്യൺ പ്ലസ് വ്യൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാട്ടിൻ്റെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.